Let's welcome Bindu and Niveda. ബിന്ദു ചേച്ചി, നിവേദ, ആദ്യം തന്നെ മമ്മി ആൻഡ് മീയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ കാണിച്ച ഈ ഒരു എഫേർട്ട്, ഇവിടെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കാണിച്ച ഈ ഒരു എഫേർട്ടിന് ആദ്യം തന്നെ നിങ്ങൾക്ക് ഹാറ്റ്സ് ഓഫ്. ബിന്ദു ചേച്ചി, നിവേദ, എങ്ങനെ തോന്നി ഒരുമിച്ച് ഡാൻസ് കളിച്ചിട്ട്? കുഴപ്പമില്ല. എന്തായാലും നല്ല
എക്സൈറ്റഡ് ആയിട്ടിരിക്കാൻ ഞാൻ. ഓക്കെ. അമ്മയുടെ കൂടെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡാൻസ് കളിക്കണേ. ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടില്ല ഡാൻസ് ഇതുവരെ. ഓക്കെ, അപ്പം ആന്റി അടുത്ത് ചോദിക്കാം. ആന്റി, എങ്ങനെ തോന്നി? ഹൗ ഡു യു ഫീൽ? എന്താ പറയണത്, ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവണില്ല. ആന്റി, ജീവിതത്തിൽ ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ മകളുടെ കൂടെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കുക, ഒരു സ്റ്റേജ് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നോ? ഇല്ല, മോള് കളിക്കുമ്പോൾ എൻ്റെ ഒരു നടക്കാതെ പോയൊരു സ്വപ്നമായിരുന്നു ഒരു ഡാൻസർ ആവണം എന്നുള്ളത്. ഒരു 18 years ബാക്കിൽ ഞാൻ നിർത്തിയത്. പിന്നെ ഞാൻ സ്കൂളിൽ ടീച്ചറാണ്. അപ്പോൾ ഞങ്ങൾക്ക് ടീച്ചേഴ്സ് ഡേ അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ ചെറിയ ചെറിയ തിരുവാതിര അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഭയങ്കര ഒരു മൊമെന്റസ് ഒക്കേഷൻ അല്ലേ? അതായത് ഒരു മൊമെന്റസ് ഒക്കേഷൻ. മമ്മി ആൻഡ് മീ എന്ന ഈ റിയാലിറ്റി ഷോ ആണ് ചേച്ചിയുടെ ഡ്രീം കം ട്രൂ ആക്കിയത് അല്ലേ? അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ മമ്മി ആൻഡ് മീ. അതുപോലെ തന്നെ ഇത്രയും നല്ല ഒരു പ്ലസന്റ് പെർഫോമൻസ് നമുക്ക് തന്ന ഇവർക്കും താങ്ക്സ്. ഇനി നമുക്ക് നമ്മുടെ ജഡ്ജസിന്റെ അടുത്ത് പോവാം. ആദ്യം മിത്ര. ഒരു നല്ല ഒരു ഡാൻസ് അമ്മയും മകളും കൂടി അല്ലേ? സൗഖ്യമാ കണ്ണേ സൗഖ്യമാ എന്ന് തുടങ്ങണ ഒരു നല്ല സോങ്ങും എനിക്ക് തോന്നുന്നു രണ്ടുപേരും പ്രത്യേകിച്ച് നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ഒരു അമ്മയും മകളും കൂടി നിന്ന് കളിക്കുന്ന കാണുമ്പോൾ. അത് എത്ര പറഞ്ഞാലും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് എന്താണ് ആ ഒരു വികാരം എന്നുള്ളത്. ഏത് ഡാൻസ് കാണുന്നതിനേക്കാൾ കുറേയും കൂടി നമ്മൾക്ക് മനസ്സിൽ തൊട്ട് കാണാൻ സാധിക്കും ശരിക്കും ഈ ഒരു ഡാൻസ്. ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു നിങ്ങളുടെ രണ്ടുപേരെയും പെർഫോമൻസ്. രണ്ടുപേരും നന്നായിരുന്നു. ശരിക്കും നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ തൊട്ടു എന്നൊക്കെ വേണം പറയാനായിട്ട്. പെർഫോമൻസിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു അല്ലേ? ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ നിൽക്കണമെന്ന് തുടങ്ങി എല്ലാം കുറേ കാര്യങ്ങൾ ടെക്നിക്കലി ഉള്ള കാര്യങ്ങളും എല്ലാം പഠിക്കാൻ പറ്റി. പക്ഷേ നമ്മൾക്കും അതേപോലെ തന്നെ നിങ്ങളിൽ നിന്നും ആ ഒരു പ്രത്യേക ഒരു ഇമോഷൻ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു. നന്നായി നിങ്ങൾ പെർഫോം ചെയ്തു. ഇനിയും നിങ്ങളുടെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ഇനിയും നന്നായി ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു മിത്ര. വീണ ചേച്ചി. ബിന്ദു വിനോദ്, നിവേദ വിനോദ്. സൂപ്പർ. താങ്ക് യു. ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. ഇത് ഒരു സ്വപ്ന സാക്ഷാത്കാരം സംഭവിച്ചു നിൽക്കുകയാണ് ഇവിടെ ബിന്ദു അല്ലേ? എന്ത് രസമായിരുന്നു, എന്ത് അസലായിട്ട് നിങ്ങൾ കളിച്ചത് രണ്ടുപേരും. ബ്യൂട്ടിഫുൾ. രണ്ടുപേരും നേരെ ചിരിച്ച് രസകരമായിട്ട് എൻജോയ് ചെയ്ത് സ്വയം എൻജോയ് ചെയ്ത് കളിച്ചു. അത് തന്നെ ഞങ്ങൾക്ക് അതിലേക്ക് ഞങ്ങളിലേക്ക് ആ ഒരു എനർജി, നിങ്ങളുടെ ഒരു ഇത് എനർജി ശരിക്കും അത് എൻജോയ് ചെയ്യാൻ സാധിച്ചു. എസ്പെഷ്യലി മോള് പിന്നെ ഇടയ്ക്ക് ബിന്ദുവിന് 1-2 തവണ ഒന്ന് ശ്രദ്ധ മാറിപ്പോയതായിട്ട് എനിക്ക് തോന്നി. അത് മോള് ശരിയാവുന്നുണ്ടോ, മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അതായിരിക്കാം ചിലപ്പം. അതെയോ? എന്താ സംഭവിച്ചേ? എപ്പോഴും അവള് ഡാൻസ് കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോൾ കൂടെ ഇരുന്ന് ഞാൻ പറയും, ലച്ചു അങ്ങനെ ചെയ്യൂ, ലച്ചു ഇങ്ങനെ ചെയ്യൂ, അല്ല നീ തെറ്റിക്കരുത്, നീ പ്രാക്ടീസ് ചെയ്യൂ, ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ടെൻഷൻ, ഞാൻ ശരിയാവോ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഈ 18 വർഷം? ശരിക്കും പറയൂ. എനിക്ക് വേർഡ്സ് ഇല്ല, അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദാറ്റ്. ഞാനതാ ആദ്യം പറഞ്ഞ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നല്ലേ? ഡാൻസർ ആവണമെന്നായിരുന്നു ആഗ്രഹം. ശരിക്കും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, ഇങ്ങനെ ഒരു വേദി കിട്ടിയത് എത്ര ഭാഗ്യമാ നിങ്ങൾക്കല്ലേ? അതിന്റെ ക്രെഡിറ്റ് എന്റെ മോൾക്കാണ്, അവളുടെ അച്ഛനും. എത്രമാത്രം സപ്പോർട്ടീവാണ് ഹസ്ബൻഡ്? വളരെ വളരെ സപ്പോർട്ടീവാ. ഞാൻ പോലും അറിയാതെ അച്ഛനും മോളും കൂടെയാണ് ഇതിൽ അപ്ലൈ ചെയ്തത്. വന്നിട്ട് ഇവർ രണ്ടും കൂടെ എൻ്റെ അടുത്ത് വിളിച്ച് പറയായിരുന്നു, ബിന്ദു ഞങ്ങളിങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നീ പോയേ പറ്റൂ പറഞ്ഞു. പിന്നെ എനിക്കും ഇഷ്ടമാണ് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് എല്ലാം. നിങ്ങളുടെ ഒരു അറ്റംപ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ശരിക്കും അഭിനന്ദിക്കുകയാണ്, ഹൃദയത്തിൽ തൊട്ട് അഭിനന്ദിക്കുകയാണ്. ഈ ഒരു ധൈര്യം ഈ കാണിച്ചൊരു എല്ലാവർക്കും, എല്ലാ കുടുംബങ്ങൾക്കും ഇതൊരു നല്ലൊരു പ്രചോദനമാവട്ടെ. കലാപരമായിട്ടുള്ള കഴിവുള്ളവരും ക്രിയേറ്റീവായിട്ടുള്ളവരും അല്ലാതെ എല്ലാവരും ഈ ഒരു വേദിയിലേക്ക് എക്സ്പ്ലോർ ചെയ്യട്ടെ, ശരിക്കും പുറത്തേക്ക് ഇറങ്ങി വരട്ടെ. അന്ന് ഇതൊരു മോട്ടിവേഷൻ ആവട്ടെ അവർക്ക് എല്ലാവർക്കും. ഇങ്ങനെയുള്ള വേദിയിൽ അവരവരുടെ കഴിവുകൾ, ശരിക്കും ഇങ്ങനെ ഒരു വേദി ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ബിന്ദുവിന് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും അല്ലേ? ആ ഒരു സ്വപ്നം, ആ ഒരു ആഗ്രഹം ഇങ്ങനെ അങ്ങ് മങ്ങിപ്പോവും. മകളിലൂടെ ചിലപ്പം കണ്ടെന്നിരിക്കാം, പക്ഷെ എന്നാലും സ്വയം ഒരു ആഗ്രഹമില്ലേ, എനിക്ക് എൻ്റെ ഒരു കഴിവ് 4 പേര് കാണണം, അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലേ? അതൊരു വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ബിന്ദുവിൻ്റെ ഒരു പറഞ്ഞൊരു കാര്യം കേട്ടിട്ട്. തീർച്ചയായിട്ടും അതെ അല്ലേ? തീർച്ചയായിട്ടും അതെ. ശരിക്കും എന്താ പറയുക, നമ്മളുടെയൊക്കെ ഒരു ഏജ് ഓവറായി എന്നൊരു തോന്നൽ മനസ്സിൽ നാച്ചുറലായിട്ടും വരുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്കൊക്കെ കിട്ടുമ്പോൾ, അതും സ്വന്തം കുട്ടികളുടെ കൂടെ അത് പ്രസൻറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് വളരെ വലിയൊരു ഭാഗ്യമാണ്. കൈരളി TV-ക്ക് അതിന് എത്ര നന്ദി പറഞ്ഞാലും
നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു ശരിക്കും ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് മാത്രമല്ല ഒരു ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് ഈ പ്രോഗ്രാം നമ്മൾ കൈരളി ഏറ്റെടുക്കുന്നത്. വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിനെ അറ്റൻഡ് ചെയ്യുന്നത്. ശരിക്കും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട്. താങ്ക് യു വെരി മച്ച്.